ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കതിൻ്റെ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് 5 ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. ഒന്ന് ലിസൺ ആൻഡ് മാർക്ക്, രണ്ടാമത്തേത് കോൺവെർസേഷന്, 3 റീഡ് ആൻഡ് ഫൈൻഡ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ അവസാനമായിട്ട് ആഡ് മോർ ലൈൻസ്. അങ്ങനെ 5 ആക്ടിവിറ്റീസ് അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ആനുവലിന് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം, ലിസൺ ആൻഡ് മാർക്ക്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നമുക്കൊരു 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. 4 പിക്ചേഴ്സ് അടങ്ങുന്ന ഒരു 4 സെറ്റാണ്. അപ്പോൾ അതിൽ നമ്മളൊരു സെൻറ്റൻസ് റീഡ് ചെയ്തിട്ട് ആ സെൻറ്റൻസിന് സ്യൂട്ടായിട്ടുള്ള പിക്ചർ ഏതാണെന്ന് വെച്ചാൽ അതിന് ടിക്ക് മാർക്ക് ചെയ്യാനാണ് ഈ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്രോഗ് ഈസ് സിറ്റിംഗ് ഓൺ എ മഷ്റൂം. അതായത് ഒരു ഫ്രോഗ് എന്താണ് മഷ്റൂമിൻ്റെ മുകളിൽ ഓൺ എ മഷ്റൂം ഇരിക്കുക. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ ഏതായിരിക്കും വരിക? ഓക്കെ, കറക്റ്റ് ആൻസർ 3 ആണ്. മൂന്നാമത്തെ ആട്ടോ വരുന്നത്. സോ പ്ലീസ് പുട്ട് ദ ടിക്ക് മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എലഫൻറ്റ് ഈസ് ഈറ്റിംഗ് എ ബനാന. അതായത് എലഫൻറ്റ് ബനാന കഴിക്കുന്ന ചിത്രം ഏതാണ്? ഓക്കെ, അതിൽ സെക്കൻഡ് പിക്ചറാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, എ ഡക്ക് സ്വിമ്മിങ് ഇൻ ദി വാട്ടർ. അതായത് ദ ഡക്ക് വെള്ളത്തിൽ സ്വിം ചെയ്യുന്ന ചിത്രം ഏതാണ്? അതിൽ തേർഡ് ചിത്രമാണ് നമ്മുടെ എ ഡക്ക് സ്വിമ്മിങ് ഇൻ ദി വാട്ടറിൻ്റെ ആൻസർ വരുന്നത്. ഫോർത്ത് വൺ, എ സ്റ്റാർ ഈസ് ഇൻ ദ സ്കൈ, എ ബോയ് ആൻഡ് എ ഗേൾ ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ്. അതായത് നമ്മുടെ ആകാശത്ത് എന്തുണ്ട്? സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഒരു ബോയും ഗേൾ എന്താണ് അത് നോക്കി നിൽക്കുകയാണ്. സോ അതിൽ സെക്കൻഡ് പിക്ചറാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് കോൺവെർസേഷൻ ആണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഫാദർ, ഡാനി, അതുപോലെ മദർ, ഇവർ 3 പേരാണ് ഒരു കോൺവെർസേഷനിൽ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാദർ ചോദിക്കുന്നുണ്ട്, ഡാനി വൈ ആർ യു ലേറ്റ്? അപ്പോൾ നമ്മുടെ ഡാനി എന്താണ് പറയുന്നത്? സോറി ഫാദർ, റോബോസ് ബാറ്ററി വാസ് ലോ സോ ഐ ഹെൽപ്പ് ടു റീചാർജ് ഇറ്റ്. അതായത് റോബോൻ്റെ ബാറ്ററി കുറഞ്ഞതുകൊണ്ട് അവനെ ഞാൻ റീചാർജ് ചെയ്യാൻ എന്താണ് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മദർ ചോദിക്കുകയാണ്, ഹു ഹെൽപ്ഡ് യു ടു റീചാർജ് റോബോസ് ബാറ്ററി? അത് റോബോസിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യാൻ ആരാണ് നിന്നെ സഹായിച്ചതെന്ന്. അപ്പോൾ നമുക്ക് ഡാനി എന്താ പറയുന്നത്? മൈ ഫ്രണ്ട് ഹെൽപ്ഡ് മീ ടു റീചാർജ് റോബോസ് ബാറ്ററി. അല്ലെങ്കിൽ നമുക്ക് സിയ ഹെൽപ്ഡ് മീ അങ്ങനെ എഴുതാം കേട്ടോ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. സോ അവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം. എ ക്ലവർ ബേർഡ്, എ ലിറ്റിൽ ബേർഡ് മേഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ എ ട്രീ. ദ ട്രീ വാസ് നിയർ എ സ്മോൾ ഹൗസ്. Every morning the bird sang sweet songs. One day the bird saw a cat near the tree. The little bird was afraid. The bird flew to the house. It made a loud sound near the window. The boy in the house came out. The cat ran away. സോ എ ക്ലവർ ബേർഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ആ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ആ ക്വസ്റ്റ്യൻസിൽ നോക്കാം. നൗ ഫൈൻഡ് ദി കറക്റ്റ് ആൻസർ ആൻഡ് റൈറ്റ് ദം ഇൻ ദി ബോക്സസ് ഗിവൺ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ ലിറ്റിൽ ബേർഡ് മേഡ് ഇറ്റ്സ് നെസ്റ്റ്. അത് ലിറ്റിൽ ബേർഡ് അതിൻ്റെ കൂടെ എവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓപ്ഷൻസ് ഓൺ എ ട്രീ ആൻഡ് ഓൺ എ ഹൗസ് ഉണ്ട്. സോ ദി കറക്റ്റ് ആൻസർ ഓൺ എ ട്രീ. നെക്സ്റ്റ്, എവറി മോർണിംഗ് ദ ബേർഡ്, ഓപ്ഷൻ എ സാങ് സ്വീറ്റ് സോങ്സ്, ഫ്ലൂ ടു ദി ഹൗസ്. സോ അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സാങ് സ്വീറ്റ് സോങ്സ് ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ദ ബേർഡ് കാൾഡ് ഫോർ ഹെൽപ്പ് ബൈ, ഓപ്ഷൻ എ സിംഗിങ് എ സ്വീറ്റ് സോങ് നിയർ ദ വിൻഡോ, നെക്സ്റ്റ് ബി മേക്കിംഗ് എ ലൗഡ് സൗണ്ട് നിയർ ദ വിൻഡോ. സോ ഇതിൽ ആൻസർ വരുന്നത് ബി ഓപ്ഷൻ ആണ്, മേക്കിംഗ് എ ലൗഡ് സൗണ്ട് നിയർ ദ വിൻഡോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൂ കെയിം ഔട്ട് ഓഫ് ദി ഹൗസ്. അത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആരാണ് വന്നത്? എ ക്യാറ്റ് ഓർ ബോയ്. സോ ആൻസർ എ ബോയ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ലിറ്റിൽ ബേർഡ് ഗോ ടു ദി ഹൗസ്. എന്തുകൊണ്ടാണ് നമ്മുടെ ലിറ്റിൽ ബേർഡ് വീട്ടിലേക്ക് പോയത്? ഇറ്റ് സോ എ ക്യാറ്റ് നിയർ ദ ട്രീ, ഇറ്റ് സോ എ ബോയ് നിയർ ദ ട്രീ. സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അവിടെ ഒരു ക്യാറ്റിനെ കണ്ടതുകൊണ്ടാണ്, മരത്തിൻ്റെ അടുത്ത് ക്യാറ്റിനെ കണ്ടതുകൊണ്ടാണ് നമ്മുടെ ലിറ്റിൽ ബേർഡ് വീട്ടിലേക്ക് പോയത്. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഒരു ഡിസ്ക്രിപ്ഷനാണ്. റൈറ്റ് ദീസ് സെൻറ്റൻസസ് അബൌട്ട് ദ പിക്ചർ. അതായത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് കുറച്ച് സെൻറ്റൻസ് ചിത്രത്തിനെ കുറിച്ച് എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് വരുന്നത്, ദർ ഈസ് എ സ്മോൾ ഹൗസ് നിയർ എ ബ്യൂട്ടിഫുൾ ലേക്ക്. എ മാൻ ഈസ് റോയിങ് എ ബോട്ട് ഇൻ ദി വാട്ടർ. അതായത് ഒരു മാൻ എന്താണ്, ഒരു മനുഷ്യൻ ആ വെള്ളത്തിലൂടെ ബോട്ടിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ടല്ലേ. തേർഡ്, സം ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ എ ട്രീ. അതായത് നമ്മുടെ ട്രീയിൽ എന്താണ് കുറച്ച് ബേർഡ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. വൺ ലിറ്റിൽ ബേർഡ് ഈസ് പ്ലേയിങ് ഇൻ ദി വാട്ടർ. അതൊരു ലിറ്റിൽ ബേർഡ് എന്താണ് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ദ പ്ലേസ് ലുക്സ് കാം ആൻഡ് പീസ്ഫുൾ. ഈ ഒരു പ്ലേസ് എന്താണ് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും. സോ നമുക്ക് ഇതിന് കൂടുതലും നമുക്ക് സെൻറ്റൻസ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ആഡ് മോർ ലൈൻസ് ആണ് വരുന്നത്. ഫിഫ്ത്ത് ആക്ടിവിറ്റി. സോ അവിടെ കുറച്ച് ലൈൻസ് 2 സ്റ്റാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 4 ലൈൻസ് വീതം. സോ ഇനി നമുക്ക് ബാക്കി നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത്. സോ ദ സ്റ്റാർ ഇൻ ദ സ്കൈ ലുക്ക് ഡൗൺ ആൻഡ് ഡൗൺ, സ്മൈൽഡ് അറ്റ് എ ട്രീ ആൻഡ് ദ ട്രീ സ്മൈൽഡ് ബാക്ക്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ വരുന്നത്,
The star in the sky looked down and down, smiled at a bird, and the bird smiled back. സോ നമുക്കിതിൽ ഫസ്റ്റ് 2 ലൈൻസ് അതുപോലെ എഴുതാം. പിന്നെ മറ്റ് 2 സെൻറ്റൻസിലാണ് നമുക്കതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. സോ നമുക്കിത് നോക്കാം. The star in the sky looked down and down, smiled at a flower, and the flower smiled back. സോ അതുപോലെ തന്നെ വേറൊരു സ്റ്റാൻസയും കൊടുത്തിട്ടുണ്ട്. The star in the sky looked down and down, smiled at the lake, and the lake smiled back. So that's all. Thank you for watching.